ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സീരീസിൻ്റെ സെക്കൻഡ് ഡേ ആണ്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവല്ലോ. പൂരിയും നല്ല പാചിക്കറിയാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോ? അവിടെയൊക്കെ എല്ലാവർക്കും എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ വീക്ക്ലി ഒരു തവണയെങ്കിലും ഞാൻ ഈ പൂരിയും പാചിക്കറിയും ഉണ്ടാക്കും. കാരണം ഇവിടെ എൻ്റെ മോൾക്ക് പൂരി ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ എനിക്കും പൂരി നല്ല ഇഷ്ടമാണ്. പൂരി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 1.25 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ഞാനൊരു 1/2 കപ്പും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. മാവ് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഞാനൊരു 15 മിനിറ്റോളം അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമ്മുടെ പൂരി നന്നായിട്ട് സോഫ്റ്റ് ആവുകയും ചെയ്യും, പിന്നെ നന്നായിട്ട് പൊങ്ങി വരും. അങ്ങനെയൊക്കെയാണ് കേൾവിയും ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതും. മാവ് അവിടെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പൊട്ടറ്റോ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഈയിടെയായിട്ട് ഈ ഉള്ളിയുടെ തൊലി കളയാണ് ഏറ്റവും വലിയ പാട്. ഉള്ളി മുറിക്കുന്നതിനേക്കാളും പാടാണ് ഈ തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. എന്നെപ്പോലെ ഇങ്ങനെ ഉള്ളിയുടെ തൊലി കളയാൻ ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? എൻ്റെ അറിവിൽ ഒരാളുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഒരാൾ. ആൾക്ക് ഉള്ളിയുടെ തൊലി മാത്രമല്ല, ഉള്ളി കട്ട് ചെയ്യാനും ഭയങ്കര പേടിയാണ്. കട്ടിങ്ങും വാഷിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുഞ്ഞു കുക്കറിലേക്ക് ഈ സാധനങ്ങളൊക്കെ അങ്ങ് ഇട്ടിട്ടുണ്ട്. മഞ്ഞളും ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു 2 വിസിൽ. ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് മഞ്ഞളും ഇട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പൂരി പരത്തിയെടുക്കാം. നെക്സ്റ്റ് ടാസ്ക് പൂരി പരത്തിയെടുക്കലാണ്. പൂരി പരത്തിയെടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് തിന്നാവാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ അതിങ്ങനെ പൊങ്ങി വരത്തില്ല. അപ്പോൾ കുറച്ച് കട്ടിയോടെ വേണം പൂരി പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നതിനേക്കാളും കുറച്ച് കട്ടി വേണം പൂരിക്ക്. പിന്നെ ഓരോ കിച്ചണും ഡിഫറെൻ്റ് ആണല്ലോ. ഓരോ കിച്ചണിലും ഓരോ ട്രിക്കുകളുണ്ടാവും. നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലുമൊക്കെ ട്രിക്കുകളുണ്ടെങ്കിൽ അത് കമൻറ്റിൽ പറയണേ. ഞാനെടുത്ത ഗോതമ്പ് പൊടി കൊണ്ട് എനിക്ക് ഇത്രയും ഉരുളകളാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ വലിയ സൈസിലുള്ള പൂരി ഉണ്ടാക്കാറില്ല, ചെറിയ ചെറിയ പൂരികളാണ് ഉണ്ടാക്കാറ്. ഈ ഷോപ്പിലൊക്കെ കിട്ടുന്ന പോലെ വലിയ പൂരി ഞാൻ ഉണ്ടാക്കാറില്ല. അങ്ങനെ വലിയ പൂരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറേ വെളിച്ചെണ്ണയും അതിൻ്റേതായ വട്ടത്തിലുള്ള പാത്രമൊക്കെ എടുക്കേണ്ടി വരും. രാവിലെ നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് നന്നായിട്ട് മഴയൊക്കെ പെയ്യുന്നു. പക്ഷേ മഴയൊന്നും പെയ്തില്ല. അത് പോയ വഴിക്കങ്ങ് പോയിട്ടുണ്ട്. ഇനി ഞാൻ തേങ്ങയൊക്കെ അരച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി അവിടെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അത് തേങ്ങ അരച്ചതിന് ശേഷം ഒന്ന് പതപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒന്നത് വറവിലിട്ടാൽ നമ്മുടെ കറി അവിടെ റെഡിയാകും. അപ്പോൾ നമ്മുടെ പൂരിയൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഈ പൂരി പൊങ്ങി വരുന്നത് ഒരു സാറ്റിസ്ഫാക്ഷനാണ്. നല്ല രസമാണ്. എനിക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനി അഥവാ ഇതൊന്ന് പൊങ്ങി വന്നില്ലെങ്കിൽ അന്നത്തെ മൂടങ്ങ് പോവും. പൂരിയുടെ മാവ് കുഴക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ എണ്ണയുടെ ചൂട് എന്ന് പറയുന്നത്. ഇത് അധികം ചൂടുണ്ടായിട്ട് ഇതിൽ നിന്ന് പുകയൊന്നും വരാൻ പാടില്ല, എണ്ണ തിളച്ചിട്ടേ. അപ്പം ഒരാവശ്യത്തിന് മീഡിയം ചൂടിലൊക്കെ വേണം ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയൊക്കെയാണ് പൂരി ചുടുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. ഇത്രയൊക്കെ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ പൂരി പൊങ്ങി വരാറുണ്ട്, നല്ല സോഫ്റ്റായിട്ട് ഇരിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ പൂരികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൂരി കഴിക്കാൻ വേണ്ടി വരുന്ന ആളുകളും അവിടെ ക്യൂവിലാണ്. കാരണം ഇത്തിരി സമയം വൈകിയേ. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സീരീസിൻ്റെ സെക്കൻഡ് ഡേയിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക.